ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇൻട്രോക്ക് ചെറിയ വ്യത്യാസമുണ്ടല്ലേ. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ നമുക്ക് എൻ്റെ വീട്ടിലൊരു ഡൈനിങ് ലൈഫ് കണ്ടുപിടിക്കാമല്ലോ. പിന്നെ നമ്മൾ ലേറ്റ് ആയിട്ടാണല്ലോ നീക്കുക. ഞാൻ ഈ സമയത്തും നീക്കില്ല, എനിക്ക് കോളേജ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പിന്നെയും കുറച്ച് നേരത്തെ നീച്ചത്. പിന്നെ ഉള്ളിൽ കൊയ്യൊക്കെയപ്പോൾ ഉമ്മമാൻ്റെ എന്താ യൂട്യൂബ് കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഇനി ഉമ്മ ഡെയിലി രാവിലെ ക്ലാസ് കേൾക്കും. രാവിലെ മാത്രമല്ല ഉമ്മ ഫുൾ ടൈം ക്ലാസ് ഇട്ടുകൊണ്ടേക്കാറ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കിച്ചണിക്ക് പോയൊക്കെയപ്പോൾ ഉമ്മച്ചാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ സെറ്റാക്കുന്നുണ്ട്. എനിക്കിന്ന് കോളേജിലുള്ള കാരണം പിന്നെ ലഞ്ചും പെട്ടെന്നാവണം. അനിയനാണെങ്കിൽ ഓനവിടെ എഴുതാനാക്കിയിട്ട് ഉമ്മച്ചി ഓന് രാത്രി വേഗം കിടക്കും. അതുകൊണ്ട് തന്നെ ഓൻ്റെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ രാവിലെ നീച്ചിട്ടാണ് ചെയ്യൽ. ഓനക്ക് എഴുതേണ്ടത് ഏതാ പറഞ്ഞു കൊടുത്താണ് പിന്നെ ഉമ്മച്ചി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയേക്കും. അപ്പോൾ പിന്നെ ഇടയ്ക്ക് ഒന്ന് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഉമ്മച്ചിനെ ഹെൽപ്പാക്കാൻ കരുതി പോയിട്ട് പയറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണ്ടേ. പിന്നെ എനിക്ക് ഇവിടെ നിന്നൊരു 7:45 ഇറങ്ങണം. അപ്പോഴത്തേന് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റ് ആവും വേണം. അതിൻ്റെ ഇടയിൽ അനിയനെ മദ്രസ് പറഞ്ഞേക്കണം. അങ്ങനെ ആകുമത്തെ ഒരു ഹറിബറി കഴിക്കാറ് കേട്ടോ മോർണിംഗിൽ ഇവിടെ. അങ്ങനെ പിന്നെ ഞാൻ പയറൊക്കെ കട്ട് ചെയ്ത് കൊടുത്ത് അപ്പോഴത്തേനും ഉമ്മ ഇവിടെ എന്തൊക്കെയോ സെറ്റാക്കുന്നുണ്ട്. എനിക്ക് കോളേജിൽ കൊണ്ടുള്ള എന്തൊക്കെയോ ആണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റേക്കുള്ള കറി ദോശയും മീൻ കറി ആട്ടോ ഒന്ന് ഉണ്ടാക്കണേ. അപ്പോൾ അപ്പുറത്ത് മീൻ കറിയും സെറ്റാക്കുന്നുണ്ട്. പിന്നെ ദോശയും റെഡി ആയിപ്പോൾ എനിക്ക് കോളേജിൽ കൊണ്ടുള്ള ലഞ്ചിനുള്ള എന്തോ കൂട്ടാനാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഏകദേശം അനിയന് പോകാനുള്ള ടൈമായി. അപ്പോഴത്തേനും അവൻ്റെ എഴുത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വെച്ച് പിന്നെ അവനക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് ഓനെ പോകാൻ ഒരുക്കുക കേട്ടോ. പിന്നെ ഇവിടെ എന്താ പറയണത് വെച്ചാൽ ഓനക്ക് നനഞ്ഞ ചെരുപ്പ് പറ്റൂല. ഇപ്പം മഴ ആയതുകൊണ്ട് ഇടണ ചെരുപ്പൊക്കെ നനഞ്ഞിട്ടാണ്. അപ്പോൾ എനിക്ക് നനഞ്ഞ ചെരുപ്പ് പറ്റണില്ല. അങ്ങനെ പിന്നെ കുറേ പറഞ്ഞതിന് ശേഷം ലാസ്റ്റ് ആ ചെരുപ്പിട്ട് പോകാമെന്ന് സമ്മതിച്ച് അങ്ങനെ പിന്നെ വെച്ച് അതൊക്കെ ഇട്ട് കൊടുക്കുകയാണേ. പിന്നെ അനിയത്തിയാണ് ഓനെ മദ്രസ ആക്കാൻ പോണത് കേട്ടോ. അതാണ് എൻ്റെ അനിയത്തി. അങ്ങനെ പിന്നെ ഓല് രണ്ടാളും മദ്രസിൽ പോയതിന് ശേഷം ഞാൻ പിന്നെ ഉള്ളിൽ കയറിണ്ടേനു. പെട്ടെന്ന് തന്നെ ഒരു കോളിംഗ് ബെല്ല് ഇട്ടു. അപ്പോൾ നോക്കുമ്പോൾ ഓന് എന്താ പറയുക ഒന്ന് സ്ലിപ്പായി കണ്ട് പാൻറ്റിലൊക്കെ ചളിയായി പറഞ്ഞിട്ട് വരികയാണ്. അവൻ്റെ പാൻറ്റൊക്കെ ചേഞ്ച് ചെയ്ത് ഓനെ പറഞ്ഞതിന് ശേഷം വെച്ച് വീണ്ടും കിച്ചണിക്ക് വന്നു. എന്താ പറയുക എനിക്ക് ഏകദേശം കോളേജിൽ പോകാനുള്ള ടൈമായി. അപ്പോഴത്തേന് പിന്നെ ലഞ്ചിൻ്റെ ബാക്കി പ്രിപ്പറേഷൻ ഉണ്ട്. പിന്നെ ചോറ് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഒരു ഉപ്പേരി അവിടെ ആവുന്നുണ്ട്. പിന്നെ ഇത് തക്കാളി കൂട്ടം വേണം പറഞ്ഞിട്ടാവും സെറ്റാക്കി തന്നത് കേട്ടോ. പിന്നെ മീൻകറി ഒക്കെ സെറ്റായിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ കോളേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് യൂണിഫോമൊക്കെ ഒന്ന് അയൺ ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞാനും ഉമ്മയും കൂടിയും ഒരുമിച്ചിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അതിനുശേഷം പിന്നെ ഞാൻ പെട്ടെന്ന് മാറ്റി വന്നു. ഇന്ന് എനിക്ക് കുറച്ച് ലേറ്റായി. അതുകൊണ്ട് തന്നെ ഞാൻ ഓട്ടോക്ക് പോകാൻ കരുതി കേട്ടോ. എനിക്ക് ഏകദേശം ഇവിടുന്ന് ഒരു 20 മിനിറ്റ് നടക്കാനുള്ള ദൂരമുണ്ട്. അങ്ങനെ അമ്മ എപ്പോഴും ഭയങ്കര ക്ലാസ്സേക്കെല്ലാം കേട്ടോ. ഇതെൻ്റെ ഉപ്പാൻ്റെ അമ്മയാണേ. പിന്നെ മെച്ചിനോട് ലഞ്ചൊക്കെ പാക്ക് ചെയ്തിടാൻ പറഞ്ഞു. ഞാൻ ഓൾറെഡി നല്ല ലേറ്റ് ആണ്. അപ്പോൾ പിന്നെ മെച്ചിനോട് മാക്സിമം പെട്ടെന്നാക്കി തരാൻ പറഞ്ഞു. ഞാൻ പോയാൽ അസ്സലാമു അലൈക്കും. ഇതാണ് ഇമ്മമ്മ കേട്ടോ അല്ലേ. നിങ്ങൾക്കെന്താ പറയാള്? ഓക്കെ. പിന്നെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിലും കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ ഇട്ടപ്പോൾ അതിലൊക്കെ ഉമ്മാനെ കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഉമ്മാനെ കണ്ടിട്ടില്ല പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ. അങ്ങനെ പിന്നെ എനിക്കുള്ള ഓട്ടോ വന്ന് ഇന്ന് പിന്നെ രാവിലെ മുതലേ മഴയാണ് കേട്ടോ. പിന്നെ എന്താ അറിയില്ല, ഞാൻ ഇറങ്ങാൻ നേരത്ത് കുറച്ച് കുറവുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിലെത്തി. അങ്ങനെ ഇനി ഇവിടെ നിന്ന് എനിക്ക് മഞ്ചേരി കണ്ടോ ബസ് കയറാനുള്ളത്. മഞ്ചേരി സ്റ്റാൻഡിൽ നിന്നാണ് കോളേജ് ബസ് ഉണ്ടാവുക. അങ്ങനെ പിന്നെ ബസ്സത്തെ വീഡിയോ എടുത്തില്ല കേട്ടോ. അറിയാലോ ബസ്സത്തെ അവസ്ഥ എന്തേ കറന്ന്. അങ്ങനെ പിന്നെ ഞാൻ മഞ്ചേരി സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഫസ്റ്റ് ബസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സെക്കൻഡ് ബസ്സിലാണ് പോയത്. സ്റ്റാൻഡിലാണെങ്കിൽ ഞാൻ വന്നിറങ്ങിയ ടൈം മുതൽ മഴ പെയ്യാൻ തുടങ്ങിയതാണ് കേട്ടോ. അങ്ങനെ പിന്നെ കോളേജിലെത്തി. ബസ്സിൽ വന്നുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് 9 മണിയായപ്പോഴത്തേന് കോളേജിലെത്തി കേട്ടോ. ഞാൻ ബൈക്ക് കൊണ്ടുവരുന്ന എന്നാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഏകദേശം 9:15 ആവലുണ്ട് കേട്ടോ. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കലുണ്ട്. ക്ലാസ് ടൈമിൽ പിന്നെ ഫോൺ അലോഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ ക്ലാസ്സിലത്തെ അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ ബ്രേക്കിൽ കഫേയിൽ പോയിട്ട് ഒന്ന് ചായ കുടിക്കാമെന്ന് കരുതിയിട്ട് പോവാണ്. ആ ടൈമിൽ മഴ ഉണ്ട് കേട്ടോ ചെറുതായിട്ട്. കഫേയിലാണെങ്കിൽ ഭയങ്കര തിരക്കാണ്. ആ ടൈമിൽ പോയ കഫേയിൽ തിരക്കേക്കാം കേട്ടോ. ബ്രേക്ക് ടൈമല്ലേ, അപ്പോൾ എല്ലാവരും ഉണ്ടാവും. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് 2 സ്നാക്സൊക്കെ വാങ്ങിയിട്ട് പുറത്ത് വന്ന് തിന്നാന്ന് കരുതി അങ്ങനെ വന്നിക്കാണേ. പിന്നെ അതിന് ശേഷം ഇവിടെ ഉപ്പിലിട്ട മാങ്ങല ജസ്റ്റ് ഇങ്ങനെ ഉപ്പ് മുളകൊക്കെ ആക്കിയിട്ടുള്ള മാങ്ങ ഉണ്ടാവും. അപ്പം ഇത് ഡെയിലി ഒന്ന് കഴിക്കൽ മസ്റ്റ് കേട്ടോ. അങ്ങനെ അത് എടുക്കുകയാണേ. അങ്ങനെ ആ മാങ്ങ തിന്നത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പേടയും കൂടിയും കഴിച്ച് ഞങ്ങൾ ഗ്രൗണ്ടിലേക്ക് പോകാം കേട്ടോ. അടുത്ത അവർ അങ്ങക്ക് മിസ്സില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഗ്രൗണ്ടിൽ പോയിട്ട് ഇരിക്കാമെന്ന് കരുതി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴ. അങ്ങനെ പിന്നെ മഴത്തൊക്കെ കളിച്ച് പിന്നെ ഇത് കോളേജിലത്തെ പൂളാണ് കേട്ടോ. അങ്ങനെ പിന്നെ ക്ലാസ്സിലേക്ക് എത്തി. ഞങ്ങൾ ക്ലാസ്സിലേക്ക് പോയതും പിന്നെ കാര്യങ്ങളൊന്നും ഞാനിതിൽ ആഡ് ചെയ്തില്ല. ഞങ്ങൾക്ക് 1 അവറും കൂടി ക്ലാസ് ഉണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമായി. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തായാലും ഫസ്റ്റ് നിസ്കരിച്ചിട്ടാണ് ഞങ്ങൾ ലഞ്ച് കഴിക്കാറ്. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞു. ലഞ്ചും കഴിച്ചിട്ടോ.
പെരും മഴയേനു. ഇത് കുറച്ച് നേരം നിൽക്കും പിന്നെയും പെയ്യും, 5 മിനിറ്റ് നിൽക്കും പിന്നെയും പെയ്യും, അങ്ങനെ ഒരു. അപ്പം തന്നെ ഞങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടായി നെക്സ്റ്റ് ഡേ ലീവ് ആയിക്കാരം, റെഡ് അലേർട്ട് ആവുമെന്ന്. അത് പറഞ്ഞ പോലെ തന്നെ നെക്സ്റ്റ് ഡേ നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല. ആഫ്റ്റർനൂൺ നമുക്ക് ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് ആണ് ഉണ്ടായിന് കേട്ടോ, വേറെ ഹവേഴ്സും കാര്യങ്ങളൊന്നും ഇല്ലേനി. പിന്നെ കോളേജ് ആണെങ്കിൽ ഭയങ്കര മഴ ആയത് കാരണം കോളേജ് നേരത്തെ വിട്ടിട്ടുണ്ടായിന് കേട്ടോ. അങ്ങനെ പിന്നെ കോളേജ് കഴിഞ്ഞു. ഇന്ന് അഫ്ലുവിനെ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തപ്പോൾ എൻ്റെ വീട്ടിലാണല്ലോ, അപ്പോൾ ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ എന്നും ഓരോ സാധനം ഇങ്ങനെ മറന്നു വെച്ചിട്ട് വരും. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ താത്താക്ക് വേണ്ടിയിട്ട് ഉള്ള ഡെലിവറിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. 7 മാസം കൂട്ടി കൊണ്ടുവരല്ലേ, അങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓക്കൊരു ഗിഫ്റ്റ് സെറ്റാക്കി, അത് അവിടെ വെച്ചിട്ട് മറന്നു വന്ന്. അപ്പോൾ അത് കൊണ്ടുതരാൻ വേണ്ടി വന്നതാണ്. 2:40 ഇപ്പോൾ കറക്റ്റ് 2:40 പക്ഷേ ഇത് കണ്ടോ, ഫുൾ ഇരുട്ടായിട്ടൊരു രാത്രി. വണ്ടിക്ക് ലൈറ്റ് കിട്ടണോ? നല്ല മഴ അല്ലേ? നാളെ റെഡ് അലേർട്ട് ആക്കുമായിരിക്കും. ഫുൾ മഴ ഉണ്ടോ? ഭയങ്കര ഇരുട്ടാണ്. ഇന്ന് കോഴിക്കോട് ജില്ലക്ക് റെഡ് അലേർട്ട് ഉണ്ട് അല്ലേ? മലപ്പുറം ജില്ലക്ക് ഇല്ല. നീ പറയും മഴത്ത് എന്താണ്? നല്ല ചായ, ചൂടുള്ള ചായ. എന്റെ പാട്ടല്ലേ നിങ്ങളെ പാട്ട് എങ്ങനെയാ? അങ്ങനെ പിന്നെ പറഞ്ഞ പോലെ ഒരു കഫേയിൽ ചായ കുടിച്ചാൽ നിർത്തിട്ടോ. എന്തിനാ അറിയോ 2 ചായ വാങ്ങിക്കണത്? എന്തിനാ 2 ചായ വാങ്ങിയേ? ഞാൻ ചായ കുടിക്കലില്ല, അപ്പൊ 2 ചായ ഓർഡർ ആക്കും, എന്നിട്ട് 2ഉം കുടിക്കും. എനിക്ക് ജ്യൂസ് വേണ്ട, കാരണം നല്ല മഴ അല്ലേ, അപ്പൊ ജ്യൂസ് കുടിച്ചാലുള്ള ഇതില്ല അല്ലേ. അല്ലെങ്കിൽ ഞങ്ങൾ ജ്യൂസാണ് ഓർഡർ ആക്കല്. എനിക്ക് മിന്റ് ലൈം അല്ലേ. ഗിഫ്റ്റ് ഇത് കൊണ്ടുവരാനാണ് ഞാൻ വന്നത് കേട്ടോ. കണ്ടോ, ഇതിന് വേണ്ടിട്ടാണ്. ഇതൊക്കെ 1ാം ക്ലാസ് പത്രങ്ങൾ വാങ്ങിയെന്ന് അറിയോ? ഇതൊക്കെ ഉണ്ടല്ലോ എത്ര കറക്കിന്ന് അറിഞ്ഞാല് ഈ പമ്പം കാര്യം. എന്ത് ഞങ്ങളവിടെ സ്കൂളിലെടുത്തൊരു കാക്കുണ്ടായിനി, അയാൾ മരിച്ച് ഒരു കണ്ടയില്. അയാളടുത്ത് ബാരഡയിൽ ഉണ്ടാവുന്നത് ഇംബ്ലി മുട്ടായി ഉണ്ട്, പിന്നെ ഈ സാധനം ഉണ്ട് കേട്ടോ, പുളിയച്ചാറ്, അങ്ങനെ കുറച്ച് വെറൈറ്റി സാധനങ്ങളുണ്ട്. ഉപ്പിലിട്ടത് വാങ്ങിന്, പക്ഷെ അതിനുള്ള സ്പേസ് ഇല്ല. പിന്നെ ഞാൻ ഇതൊന്നുകൂടി വീണ്ടും ഓർഗനൈസ് ചെയ്ത് വെക്കാം കേട്ടോ. ഞാനൊക്കെ സെറ്റാക്കിനി, അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഓരോന്നെടുത്ത്. അപ്പോൾ ഞാനത് വീണ്ടും ഓർഗനൈസ് ചെയ്യുകയാണ്. ഇനി നമുക്ക് കൊണ്ടുപോയെടുക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ താത്ത. അപ്പോൾ അഫ്ലുവിനെ കണ്ടിട്ട് അഫ്ലുവിൻ്റെ അടുത്തൊക്കെ പോയി. അപ്പോൾ ഞാൻ ഇത് കൊടുത്തത്. അപ്പോൾ ഇതെന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഓലൊക്കെ അതൊക്കെ എന്താണെന്നൊക്കെ നോക്കി. അനിയനാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ്, ഓളത്തെക്കാട്ടിലും ധോനായത്. അങ്ങനെ പിന്നെ ഞാൻ അഫ്ലു പറഞ്ഞ പമ്പരമുട്ടായില്ലേ, അങ്ങനെയാണ് ഇവിടെ പറയില്ല കേട്ടോ, പമ്പരമുട്ടായിന്ന് അത് കൊടുക്കണേ. അപ്പം ഇതെങ്ങനെ കറക്കലെന്ന് കാണിച്ചിട്ടാണ്, എങ്ങനെ പണ്ട് തിന്നീനിയതെന്നുള്ള പറഞ്ഞുതരാണ്. അല്ല അങ്ങനെ പിന്നെ മുട്ടായി ഉമ്മമാക്ക് കൊടുത്തു നോക്കിട്ടോ. ഉമ്മമാക്ക് ഇങ്ങനെ മധുരമുള്ള ഐറ്റംസൊക്കെ നല്ല ഇഷ്ടമാണ്, മധുരമൊക്കെ എല്ലാം കഴിക്കും അമ്മ. അങ്ങനെ ഇവിടെ ഒരാൾ ചായ എടുത്ത് വെച്ച് കൊടുത്തപ്പോൾ അതിൻ്റെ ചുരുക്കം നോക്കുകയാണ്. എന്താ വെച്ചാൽ അമ്മച്ചയിൽ കറുത്ത എള്ള ഇട്ടണേ, അപ്പം അത് നോക്കുകയാണ്. മറ്റന്നാളല്ലേ? അഫ്ലു പോയതിനു ശേഷം ഞാൻ കാര്യമായിട്ട് എത്തുകൊടുത്തിട്ടില്ല. കാര്യമായിട്ട് എത്തുകൊടുക്കാല്ലേ ഞാനൊന്ന് ഫ്രഷായി ചായ കുടിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ അനിയത്തി മദ്രസ കഴിഞ്ഞ് വരികയാണേ. ഓള് മദ്രസ കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ ഫുഡ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.